പഠനം നടത്തിയവരാണ് ലഹരി കേസുകളിൽ പെടുന്നവരിൽ ഭൂരിഭാഗവും എന്ന നിലപാടിൽ ഉറച്ച് കെ.ടി. ജലീൽ. സംഖ്യകളും കൃസംഖ്യകളും ആയുധമാക്കുമെന്നതിനാൽ നമ്മുടെ ഭാഗത്തുള്ള വേണ്ടാത്തരങ്ങൾ പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് എക്സ്പി പോസ്റ്റിലൂടെ ജലീൽ ചോദിക്കുന്നത്. മലബാറിൽ അടുത്തിടെ പിടിക്കപ്പെട്ട 60% ലഹരി കേസുകളിലും പ്രതികൾ മുസ്ലിം കുട്ടികളാണ്. എല്ലാവർക്കും മാതൃകയാക്കേണ്ട നിലയിൽ മാറാൻ മുസ്ലിം സമുദായത്തിന് കഴിയണം. നേരത്തെ കെ.ടി. ജലീൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം സംഘടനകളിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. തന്റെ വ്യക്തിപരമായ നിലപാടാണെന്നും CPM ഇതിൽ ബന്ധമില്ലെന്നും വ്യക്തമാക്കിയാണ് ജലീലിന്റെ പോസ്റ്റ്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ വിമർശിച്ചവരോട് തിരിച്ച് എങ്ങനെയുള്ള മറുപടിയാണ് കെ.ടി. ജലീൽ കൊടുക്കുന്നത്? അപർണ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് താൻ എന്താണ് ആ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് എന്ന് വളരെ വിശദമാക്കുന്ന ഒരു പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. എന്തുകൊണ്ട് താൻ അങ്ങനെ പറഞ്ഞു? അതായത് മതവിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടുപോകുന്നത് കണ്ടുള്ള മനോവേദന കാരണമാണ് താൻ ഇങ്ങനെ ഒരു അഭിപ്രായം ഉന്നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അതിന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ പത്രത്തിൽ വന്ന 200-ലധികം ഈ ലഹരി കേസുകളിൽ 61% പേരും മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. അതിൽ തന്നെ 99% പേരും ഈ മതവിദ്യാഭ്യാസം നേടിയവരാണ് എന്നുള്ളതാണ് തന്നെ വേദനിപ്പിച്ച ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? താനും മതവിദ്യാഭ്യാസം നേടിയ ആളാണ്. താൻ ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല, ഒരു മോശമായ പ്രവൃത്തി ചെയ്തിട്ടില്ല. അതിനൊക്കെ തന്നെ അടിസ്ഥാനമാക്കിയത് മതവിദ്യാഭ്യാസം തനിക്ക് നൽകിയ അറിവാണ്, അതിൻ്റെ അടിത്തറയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് മതവിദ്യാഭ്യാസം തൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ ഉറപ്പിച്ചു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ രീതിയിൽ വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം വിശദമാക്കിയിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. മതവിദ്യാഭ്യാസത്തിൻ്റെ രീതി മാറുന്നത് മൂല്യങ്ങൾ കുറയുന്നതിന് കാരണമാകുന്നു എന്ന് സന്ദേഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എടുത്തു പറയുകയാണെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം പരീക്ഷാ കേന്ദ്രീകൃതമായി മാറിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഡിസ്റ്റിങ്ഷനും ഫുൾ A+ഉം റാങ്കും ഒക്കെ മതപഠനത്തിലേക്ക് കടന്നു വന്നതോടെ ധാർമ്മിക മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നത് കുറഞ്ഞു പോയോ എന്ന സന്ദേഹമാണ് ഇഫ്താർ സന്ദേശത്തിൽ താൻ നിരീക്ഷിച്ചിട്ടുള്ളത്. അതായത് ഈ മതവിദ്യാഭ്യാസം ഒരാളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവാരത്തെയൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ്. അതിനു പകരം അത് മാർക്കും മറ്റും കേന്ദ്രീകരിച്ചാകുമ്പോൾ ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ അവർക്ക് നഷ്ടമാകുന്നു എന്ന ആശങ്കയാണ് താൻ ഉന്നയിച്ചതെന്ന് പറയുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ ഇത് പറയേണ്ട സാഹചര്യമായതുകൊണ്ടാണ്. സംഖ്യകളും കൃസംഖ്യകളും ആയുധമാക്കുമെന്നതിനാൽ നമ്മുടെ ഭാഗത്തുള്ള വേണ്ടാത്തരങ്ങൾ പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? അതായത് താൻ പറയാനുള്ളത് കൃത്യമായി തൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് മറ്റുള്ളവർ തനിക്ക് മതത്തിനെതിരെ സമുദായത്തിനെതിരെ ആയുധമാക്കുമെന്ന് പറയാനാകില്ല. ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. തിരുനബിയുടെ ചര്യകളിൽ അങ്ങനെയുണ്ടോ? എല്ലാവർക്കും മാതൃകയാകേണ്ടതാണ്, ഉത്തമ സമുദായമാണ് മുസ്ലിങ്ങളുടേത് തുടങ്ങി അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഏറ്റവും അവസാനമായി അദ്ദേഹം പറയുന്നു, ഇതെല്ലാം തൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, പ്രസംഗത്തിലും എഴുത്തിലും എല്ലാം പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ ഇടതുമുന്നണിക്കോ CPM-നോ ഒരു പങ്കുമില്ല. വെറുതെ ആ പാവങ്ങളുടെ മേക്കെട്ട് കയറരുത് പ്ലീസ് എന്ന് പറയുന്നത് അദ്ദേഹം അവസാനിച്ചു. അതായത് തൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. താനത് പറയാനുണ്ടായ സാഹചര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. എവിടെ തിരുത്തണം എന്നതിൻ്റെ സൂചനകൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ഈ ഒരു പോസ്റ്റിൽ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു. CV അനുമോദ്.